മോഡലില്ലാതെ ഒരു സാധനം അല്ലാഹു തആല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ മോഡലോട് കൂടി ആ സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, മോഡൽ ഉള്ള സാധനം നശിച്ചതിന് ശേഷം പിന്നെ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് എത്ര എളുപ്പമാണ്. ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് ആ പ്രയാസം. അതാദ്യമായിട്ട് സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് ഉണ്ടാക്കി തരാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു അതേ ഭാഷയിൽ തന്നെ പറഞ്ഞത് കാണാം. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മനുഷ്യൻ ചോദിക്കുകയാണ്, അഹങ്കാരം മൂത്ത് നിരീശ്വരവാദിയായി യുക്തിവാദിയായി ആ റബ്ബ് ചോദിക്കാൻ, അവനെ സൃഷ്ടിച്ചത് ഞാനാണ്, അവന് ഭക്ഷണം നൽകിയത് ഞാനാണ്, വെള്ളം നൽകിയത് ഞാനാണ്, ഒക്കെ കൊടുത്തത് ഞാനാ. എന്നിട്ടിപ്പോ സ്വന്തം കാലിൽ നിൽക്കാനായപ്പോ അവൻ എന്നോട് ചോദിക്കാം, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മൻ യുഹ്യിൽ ഇളാം, ആരാണ് അസ്ഥികൂടങ്ങളെ ഹയാത്താക്കുക, ആരാണ് എല്ലുകളെ ഹയാത്താക്കുക എന്നാണ് ഇവൻ ചോദിക്കുന്നത്. വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പിപ്പോയതിന്റെ ശേഷം, എല്ലുകളടക്കം നുരുമ്പിപ്പോയതിന്റെ ശേഷം ഈ മനുഷ്യനെ പിന്നെ ആരാ പുനരുത്ഥാനം നൽകുന്നത് എന്ന് ഇവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന എന്റെ നേരെ ഈ ചോദ്യം ചോദിച്ച് ഇവർ കൊഞ്ഞനം കുത്തുന്നു. അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ നിങ്ങൾ അവരോട് പറയണം, ആരാണ് നുരുമ്പിപ്പോയ എല്ലുകളെ ഹയാത്താക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറയണം, യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ. യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ. ആദ്യമായി ആ എല്ലുകളെ ഉണ്ടാക്കിയവൻ അതിനെ തിരിച്ചു സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ പറയുക. ആദ്യ തവണ അവ്വല മറ, ആദ്യ തവണ അതിനെ ഉണ്ടാക്കിയവനുണ്ടല്ലോ, അവൻ യുഹ്യീഹാ, ആ നുരുമ്പിപ്പോയ എല്ലുകളെ ഹയാത്താക്കും. ധൈര്യമായിട്ട് പറഞ്ഞേക്ക്. ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പും അറിയുന്നവനാണ്. എല്ലാത്തരം സൃഷ്ടിപ്പും റബ്ബിനറിയാം. മോഡൽ ഇല്ലാതെ എങ്ങനെയാ പടക്കുക, മോഡൽ ഉണ്ടായിട്ട് എങ്ങനെയാ പടക്കുക, ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തി ആകാശത്ത് എങ്ങനെയാ മനുഷ്യനെ ജീവിപ്പിക്കുക, എല്ലാം അല്ലാഹുവിനറിയാം. എല്ലാത്തരം സൃഷ്ടിപ്പും പടച്ച റബ്ബിനറിയാം. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അള്ളാഹു എങ്ങനെയാണ് ഇതൊക്കെ രണ്ടാമത് നടത്തുക എന്ന് ബേജാറാവേണ്ടതില്ല. നിങ്ങൾ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങിക്കോ. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. അപ്പോൾ ഇത് സൃഷ്ടാവിന്റെ വാക്കാണ്, സൃഷ്ടാവിന്റെ വാക്ക് തട്ടിക്കളയണ്ട. എന്നാൽ അവിടെ ഇനി ആർക്കെങ്കിലും നീയല്ല ഞങ്ങളെ സൃഷ്ടാവ്, സൃഷ്ടാവ് റബ്ബല്ല, അള്ളാഹു അല്ല സൃഷ്ടാവ് എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അവന്റെ ചങ്കിന് പിടിച്ച് അവനെ കൊണ്ടത് തിരുത്തിപ്പിക്കുന്നു അള്ളാഹു. അടുത്ത വചനം അതാണ്. അവന്റെ ചങ്കിന് പിടിച്ചിട്ട് അതെ നീ തന്നെയാണ് എന്ന് പറയിപ്പിക്കുന്നു. അടുത്ത വാക്ക് നോക്ക്, അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. എത്ര നല്ല വാക്ക്. ആദ്യം അള്ളാഹു പറഞ്ഞു, ഞാനാ സൃഷ്ടിച്ചത് ഞാനാണെന്ന് വിശ്വസിക്കുന്നവരോട് എന്റെ ശബ്ദമാണ് ഇത് എടുത്തോ. ഇനി അതിന് സൗകര്യമില്ലാത്തവനോട് റബ്ബാണ് എന്ന് അംഗീകരിക്കാൻ, സൃഷ്ടാവാണ് അള്ളാഹു എന്ന് അംഗീകരിക്കാൻ പറ്റാത്തവനോട് അള്ളാഹ് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തുംനൂൻ. നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജത്തുള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഫഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ല, ആ ബീജം സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ? അള്ളാഹ് ശരിക്കും മനുഷ്യനെ ചങ്കിൽ പിടിച്ച് സമ്മതിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, സമ്മതിക്കുന്ന കാര്യത്തിൽ നിന്ന് സമ്മതിക്കാത്ത കാര്യത്തിലേക്ക് റബ്ബ് കയറുക. സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്നത് കാണാം. ആദ്യം പറഞ്ഞത് നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്തേ അല്ലാഹു തആല അവിടെ അങ്ങനെ പറയാൻ കാരണം? ബീജം സ്കലിപ്പിക്കുന്നത് നിങ്ങളാണ്. വിട്ടുവന്നു. നമ്മൾക്കൊരു വിരലനക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കഴിവ് വേണം. അല്ല തരാത്ത കഴിവ് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്താലും അത് അള്ളാഹുവാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അവകാശപ്പെടാൻ അള്ളാഹു വരുന്നില്ല. അത് വേറെ സ്ഥലത്ത് വ്യക്തമായി അവകാശപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവൃത്തികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നിങ്ങൾ എന്തു ചെയ്യുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അതിൽ സംശയമല്ല. പക്ഷെ ഇവിടെ എന്താ നിഷേധിയോടാ സംസാരിക്കുന്നത്. നിഷേധിയോട് സംസാരിക്കുമ്പോ നീയല്ല ഞങ്ങളെ സൃഷ്ടാവ് എന്ന് പറയുന്നവരോട് സംസാരിക്കുമ്പോ അവൻ അംഗീകരിക്കുന്നതിൽ നിന്ന് അംഗീകരിക്കാത്ത യാഥാർത്ഥ്യത്തിലേക്ക് കയറുകയാണ്. ശരിക്ക് ബീജം സ്കലിപ്പിക്കാനുള്ള ശേഷി തന്നതും അള്ളാഹുവാണ്. പോവട്ടെ, അത് ഒരു പക്ഷേ പറഞ്ഞാലാണ്ട് ഉൾക്കൊള്ളാൻ മാത്രം നീ ഉണ്ടാകൂല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ വിട്ടുവന്നു. മാ തുംനൂൻ, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം, നീ നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ബീജം. ചോദിക്കട്ടെ, അഫ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ബീജത്തെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞായി സൃഷ്ടിക്കുന്നത്, അതിന് സൃഷ്ടികർമ്മം നൽകുന്നത് ഞാനാണോ നിങ്ങളാണോ? അവിടെ മനുഷ്യൻ കുടുങ്ങിപ്പോവും. അതാണ് ശരിക്കും മനുഷ്യനെ കൊടുക്കുകയാണ്. അവിടെ മനുഷ്യൻ എന്തായാലും അത് ഞാനാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഈ ദുആ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളില്ല, ദുആ ചെയ്യണം. ആൺകുട്ടികളില്ല, ദുആ ചെയ്യണം. തീരെ കുട്ടികളില്ല, ദുആ ചെയ്യണം. പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ കാരണോ? അത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. നമ്മളെ കഴിവിൽപ്പെട്ടതല്ല, അള്ളാഹു നമുക്ക് വിട്ടുതന്ന ഒരു കഴിവല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യാൻ പറയുന്നു. എത്രയോ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുന്നു. ഡോക്ടർമാർക്കും മറ്റു ചികിത്സക്കാർക്കുമായി നാം കൊണ്ടുപോയി, വൈദ്യന്മാർക്കുമായി നാം കൊണ്ടുപോയി ലക്ഷങ്ങൾ എറിയുന്നു ഒരു കുഞ്ഞിക്കാലുണ്ടാവാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പലപ്പോഴും ഫലം ശൂന്യവും. റബ്ബ് കനിയാതെ ഒരിക്കലും മക്കളുണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യ കഴിവിൽ പെട്ടതല്ല, അതിന്റെ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ് കുട്ടികളുണ്ടാകുക എന്നുള്ളത്. എന്റെ ബീജത്തെ ഒരു കുഞ്ഞായി സൃഷ്ടിക്കുക എന്നത് മനുഷ്യൻ അംഗീകരിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ അള്ളാണെന്ന് അംഗീകരിക്കുമെങ്കിലും ഞാൻ അല്ലാതെങ്കിലും സമ്മതിക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ. അതുകൊണ്ട് അല്ലാഹു തആല ശരിക്ക് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന രൂപത്തിൽ ആ ചോദ്യത്തോടുകൂടെ പിന്നെ ഉത്തരം പറയേണ്ടതില്ല. അല്ലാഹുവേ നീയാണ് സൃഷ്ടാവ് എന്ന് സമ്മതിച്ച് പറയുന്ന വാക്കാണത്. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അതേ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്ക് മക്കളെ തരുന്നത് അല്ലാഹുവാണ്, മക്കളെ തരുന്നത് അല്ലാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല വല്ലാഹു യഹബു ലിമൻ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു തആല പറഞ്ഞു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുഞ്ഞുങ്ങളെ നൽകും, പെൺകുഞ്ഞുങ്ങളെ നൽകും. യഹബു ലിമൻ യശാഉ ഇനാസ. അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദുകൂർ, ആൺകുട്ടികളെ കൊടുക്കും. വയുസവ്വിജുഹും ദുക്റാനൻ വൈനാസ. ചിലർക്ക് ആണും പെണ്ണും ഇടകലർത്തി കൊടുക്കും, രണ്ടും സമ്മിശ്രമായിട്ട് കൊടുക്കും. യുസവ്വിജുഹും ദുക്റാനൻ വൈനാസ. ചിലരെ അല്ലാഹു തആല മച്ച് ആക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനെ 4 വിഷയമേ ഇത് സംബന്ധമായി പ്രത്യുൽപാദന വിഷയത്തിലുള്ളൂ. അത് 4 അല്ലാഹു തആല ഒറ്റ ആയത്തിൽ തന്നെ ഒതുക്കി വെച്ചു, എല്ലാം പറഞ്ഞു. അതിലാദ്യം അല്ലാഹു പറഞ്ഞത് ചിലർക്ക് അവൻ ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു. എന്തേ അല്ലാഹു തആല അത് തന്നെ തുടങ്ങാൻ കാരണം? അതിലാരും ടെൻഷൻ അടിക്കണ്ട, അത് തരുന്നത് റബ്ബാണ്, അവനതിന് മാർഗം കാണും. ഒരുപാട് ആളുകൾ പെൺമക്കൾ മാത്രമുള്ളതിന് സങ്കടപ്പെടുന്നവരുണ്ട്. റബ്ബേ, അവരെയൊക്കെ കെട്ടിച്ചയക്കാനുള്ള, നല്ല നിലക്ക് പോറ്റി വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ വൃത്തിയായി നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ.